ഗെയ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ക്യാമ്പിങ്ങിൻ്റെ ഇന്നലെ രാത്രി ഭയങ്കര തണുപ്പുണ്ടായി, സുഖം. ഇതാണ് നമ്മളെ വയനാട് ജില്ലയിലത്തെ. ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ ഒരുമിച്ചിട്ട് കിടക്കാണ് പ്ലാനിങ്. അടുത്തത് കോലാലംപൂര്. അപ്പോൾ ഗെയ്സ് നോക്കൂ ഗെയ്സ്, ഇതാ നമ്മൾ വയനാട് ജില്ലയിൽ വന്നിട്ട് ഇതാ ഫയർ ക്യാമ്പിങ് നടത്തിയിട്ടുണ്ട്. വയനാട് ജില്ലയിലെ എൻ്റെ രണ്ടാമത്തെ ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് വലിയൊരു മലൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആ കാണുന്നതാണ് മനോഹരമായിട്ടുള്ള ഒരു ഗ്രീൻ വാട്ടർ തടാകം. കരിങ്കൽ കോര ഒരുപാട് ഈ ഒരു ഭാഗത്തോട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇനി ഒരു പ്ലാനിങ് ആ ഒരു ഭാഗത്തോട്ട് പോയിട്ട് ഇന്നത്തെ ഒരു നൈറ്റ് ക്യാമ്പിങ് ചെയ്യുക എന്നാണ്. കാരണം അവിടെ ആ ഒരു തടാകത്തിൻ്റെ അടുത്തുമ്പോൾ നമുക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് എത്തുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ സ്ഥലത്തേക്കുള്ള വഴി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ ആ ഒരു ഭാഗത്തോട്ട് പോയാലോ. ഏതായാലും നിങ്ങൾ റെഡിയല്ലേ? ആർ യു റെഡി? സോ ലെറ്റ്സ് ഗോ. മലമുകളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു സ്പോട്ടിലോട്ടുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തോട്ടാണ് ഞാനിപ്പോൾ പോകുന്നുള്ളത്. അപ്പോൾ വലിയ പുല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വഴി പോകുമ്പോൾ എനിക്ക് നല്ല പോലെ ഭയമുണ്ട്. കാരണം പുലിയാൻ മറ്റുണ്ടെങ്കിൽ നമ്മൾ നേർക്ക് ചാടി വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വയനാട് ജില്ലയിലെ വിജനമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഒരു ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കണ്ട് വെറും രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് ബ്ലോഗർ മാത്രമാണ് ഈ ഒരു ഭാഗത്തോട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, പുലി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒരു ആ ഭാഗത്തോട്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ ഭാഗത്താണ് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാമറ പിടിച്ച് നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പണിക്കാരന്. പിന്നെ ആദ്യം തന്നെ അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. വയനാട് ജില്ലയെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ചൂട് എന്ന് പറഞ്ഞെങ്കിൽ ഒടുക്കത്തെ ചൂടാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു സുവർണ്ണ അവസരം കൂടി നിങ്ങൾക്ക് ഞാൻ തരാം. ഇതാ എൻ്റെ ഈ ഒരു Canon 250D എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നോട് അറിയിക്കാം. ഓക്കെ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഒന്ന് ശരീരം തണുപ്പിച്ചതിന് ശേഷം ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ള ആ ഒരു ഡിസിഷനിലോട്ട് ഞാൻ ഫൈനൽ എത്തിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതാ ഒരു കുളിയൊക്കെ നടത്തിയിട്ടുണ്ട്. വെയിലിൻ്റെ ചൂട് കാരണം എങ്ങനെയാണ് ആ ഒരു ഭാഗത്തോട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിലാണ് എനിക്കൊരു എത്തും പിടിയും കിട്ടാണ്ട്. അപ്പോഴാണ് ഇതാ ഈ ഒരു പാറൻ്റെ ഇടയിലൂടെയുള്ള ആ ഒരു വഴി ഞാൻ കണ്ടത്. നമുക്ക് നല്ലൊരു അഡ്വഞ്ചർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടുക്കാച്ചിയായിട്ടുള്ള സ്പോട്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അഡ്വഞ്ചറായിട്ട് നമുക്ക് ചെയ്യണം എന്തായാലും. അപ്പോൾ ഞാൻ അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതാ ആ പാറൻ്റെ ഭാഗത്തോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അത്രത്തോളം വെയിലാണ്. പിന്നെ എൻ്റെ സോളാർ പാനൽ കുറച്ച് ചാർജ് ആകാൻ വേണ്ടി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിൽ കാരണം പെട്ടെന്ന് നമുക്ക് ചാർജായിട്ട് കിട്ടും. ഇക്കാ കമോൺ ഫോളോ മീ. ഏതായാലും കുറച്ച് ബെറുണ്ടോ നോക്കാമല്ലോ. അപ്പോൾ ഇതാ ഇതിലെ കൂടിയിട്ട് നമുക്കൊരു വഴി കാണുന്നുണ്ട്. കയറാൻ ധൈര്യം ഉണ്ടോ? പാമ്പ് എല്ലാ സാധനം ഉണ്ടോ? പാമ്പായിട്ടുണ്ടെങ്കിൽ കയറല്ലേ? ഇതിൽ പോവാനെ പേടിയാ? പോവാനെ പേടിയാന്ന് ഞാൻ കയറണം ആദ്യം? വേണ്ട, കണ്ടോ വിജനമായ സ്ഥലം. പക്ഷെ ആടെ എന്തെല്ലാം പെരുപ്പാമ്പ് ഉണ്ടാവും അത് ആ ഒരു ഭാഗത്ത്. ഉറപ്പ് ഷുവറായിട്ടുണ്ടാവും. പിന്നീട് കണ്ടില്ലേ? അങ്ങനെ അഡ്വഞ്ചർ ഒന്നുമല്ല. പിന്നെ മഴ വന്നെങ്കിൽ ആടെ നനയില്ല അല്ലേ? ഞമ്മ നല്ല മഴ വരുന്ന സമയത്തില്ല ആടെ നിൽക്കണം. അങ്ങനെ അഡ്വഞ്ചർ ഒന്നുമല്ല. അങ്ങനല്ല, ആ മഴ വരുന്ന സമയത്ത് ആടെ നിന്നെങ്കിൽ നനയില്ല. ഇതിന്റെ മേളിൽ കയറിയോ? എടാ ഇതൊന്ന് പിടിക്കോ ക്യാമറ? കത്തി എടുത്തൂടെ? വിഷു ഉണ്ടാവും. പിടിച്ചേട്ടോ, ഇത് നോക്കണം.
വലിയ മല കയറാൻ കൊണ്ടുവരാൻ നിന്നെ പറ്റുമോ നോക്കട്ടെ. ഇല്ല എന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അപ്പുറത്ത് അതിലൊരു വഴി കാണുന്ന അതിലെ കയറാൻ പറ്റില്ല. അവിടെ വലിയ പാറ. അതാ ഇവിടെ വലിയ പാറയടാ. ഇതിൽ കയറാൻ എന്നോണ്ട് പറ്റില്ല. എന്താ അറിയോ, അതിൻ്റെ ഇത് നിൽക്കില്ല. അതാ ഇങ്ങനെ ഇങ്ങനെ നിൽക്കില്ല. അങ്ങനെ അങ്ങനെ കയറി പഠിക്കും. ഇതിലാ പറ്റൂലാന്ന്. കയറി കയറി കയറി. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്ത് കയറുന്നത്. കയറി കയറി. ആദ്യം നിങ്ങൾ കയറി, ഞാൻ ഐഡിയ നോക്കട്ടെ എങ്ങനെ. പിടി. ഇല്ലൊന്നും കയറാൻ പറ്റില്ല. ഈ ആൾക്കുണ്ട് വെയിലിറങ്ങി വാല് മുട്ടും ഒന്നും അറിയില്ല. എങ്കിലൊന്ന് തൂങ്ങിയിട്ട് അതിൽ തന്നെ ഇറങ്ങ. ഇതിലിറങ്ങല്ലേ. നീ ഇറങ്ങില്ല മോനെ, പട്ടിണി ഇറങ്ങോ കേട്ടോ. മുട്ടുന്നുണ്ടാ? ഇല്ലല്ല മുട്ടണൊന്നുമില്ല, ഇറങ്ങിക്കോ. നിനക്ക് മുട്ടുണ്ടോന്ന് എന്നോടാ ചോദിക്കണേ? ഇല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മുട്ടുന്നുണ്ടാ? ഇല്ലേ. നിന്നെ കൊണ്ട് ഞാൻ വലിയ മല എങ്ങനെ കയറും? എന്ത് ഇത് പിടി. നിന്നെ കൊണ്ട് ഞാൻ എങ്ങനെ വലിയ മല കയറൂടാ? നിന്നെ കൊണ്ട് ആ വലിയ മല എങ്ങനെ കയറും? അങ്ങനെയല്ല, താഴെക്കെത്തിപ്പോയി. അത് കയറാം നമുക്ക്. എങ്ങനെ ചെറിയ മല കയറാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മറ്റൊരു ഗുഹ കൂടി കണ്ടു നോക്ക്. ഒരു പാറക്കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മനുഷ്യന് നിൽക്കാൻ അത്രത്തോളം വിസ്തീർണമുള്ള സ്ഥലമാണ് ഈ ഒരു സ്ഥലം. മഴ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ഭാഗത്തോട്ട് നനയില്ല. മൃഗങ്ങളൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഭാഗം. പുലിയും സിംഹമെല്ലാം. ചൂട് സഹിക്കാൻ പറ്റാത്തത് കാരണം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തടാകത്തിലോട്ട് ഇറങ്ങി. റെഡി, ഓക്കെ, ആക്ഷൻ, സ്റ്റാർട്ട് ക്യാമറ. പേടിക്കട്ടോ. വാ. അപ്പൊ നിങ്ങൾ മൈക്ക് ഇപ്പൊ നനഞ്ഞു പോയനടാ. നമ്മളെ മൈക്ക് ഇപ്പൊ പോയനെ. നമ്മളെ കാസർഗോഡിന്റെ മുത്തുമണി പറയേ. കാസർഗോഡിന്റെ മുത്തുമണി. അങ്ങനെ നമ്മളെ നൗസാദിക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വെള്ളം കണ്ടത്. അതിന്റെ ആഹ്ലാദാണ് നിങ്ങൾ കാണുന്നുള്ളത്. കണ്ട പല്ലെല്ലാം തേക്കുന്നുണ്ടല്ലോ എന്റെ കൂടിന്റെ അടുക്ക്. അടിപൊളി സ്ഥലം, അടിപൊളി. ഇവിടെ തുപ്പാനും തോന്നുന്നില്ല. തുപ്പാൻ ചേർന്നില്ലല്ലേ? അതന്നെ ഞാൻ പറഞ്ഞു. എങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ പട്ടി നല്ല വെള്ളമല്ലേ, ഇടക്കാൻ തോന്നില്ല. എനിക്ക് ഭയങ്കര മഴക്കാറാണല്ലേ, മഴ പെയ്യും. അതേതാ
ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കല്ലെല്ലാം വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാം. എന്ത് വെക്കാം? നമ്മളെ ഗ്യാസ് സ്റ്റൗ ഇത്. അപ്പോൾ കാറ്റ് അത്ര അടിക്കില്ല എന്ന് തോന്നുന്നു. എനിക്കില്ല, ഭയങ്കര കാറ്റടിക്കുന്നു. വരുമോ? ആ ആര് ഇല്ല, ഞാൻ പയ്യ അങ്ങനെ ഫൈനലി നമ്മളെ മാഗി റെഡി ആയിട്ടുണ്ട്. ചായയും റെഡി ആയി. ഇപ്പോൾ മാഗിയും ചായയും കുടിക്കാം. നല്ല തണുച്ച് ബന്ധു അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്താക്കണം മൂടിയിലേക്ക്. ഈ ഒരു സമയത്ത് ചായ കുടിക്കേണ്ട ഒരു ആ ഫീലുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീലുണ്ട്. അപ്പോൾ നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരുപാട് ചായ ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നൂഡിൽസും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോഴത്തെ ഭക്ഷണം. പിന്നീടാണ് ഞാൻ ചോറ് വെക്കാൻ പോകുന്നത്. ഇതാ നമ്മളെ ചോറ് ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട് ചോറ് വെച്ചത്. അതിന് ഒരു വിസിലും കൂടി ആയിട്ടാകുമ്പോൾ ഓഫാക്കാം. ഇപ്പോൾ ഒന്നും കൂടി അടിക്കാലോ. ഓഫാക്കാല, ഓഫാക്കട്ടെ, ഓഫാക്കാല. അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടോ? ഇല്ല, ചോറ് റെഡി കണ്ടോ? ഇപ്പോൾ ചോറ് റെഡി. എനിക്കിപ്പം നമുക്ക് ചെയ്യുന്നൊരു ആംപ്ലേറ്റ് ആക്കാമെന്ന്. ആംപ്ലേറ്റ് മതി. അപ്പോൾ ഇത് ആംപ്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആക്കിയ സാധനം ഉണ്ടല്ലോ, ഇത് ബുർജിയായിട്ട് മാറിയണ്ട. ബുർജി ഖലീഫ. നമ്മൾ ആംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കും നടക്കുന്നത് മറ്റൊന്ന്, ബുർജിയാണത്. എന്ത് കഥ ഇത് ഇങ്ങനെ ഉണ്ടാവില്ലേ? പക്ഷേ ആയിപ്പോയത് ബുർജിയാണ്. ബുർജി എന്ന് പറഞ്ഞാൽ ബുർജി ഖലീഫ എന്നെല്ലാം കേട്ടിട്ട് അത് തന്നെ, വേറെന്തില്ല. നിങ്ങൾക്ക് എന്താ വേണമെങ്കിൽ കുറച്ച് കുടിച്ചോ. ഇത് വെള്ളം പിന്നെ അങ്ങനെ ഉണങ്ങിയത്, ഉണങ്ങിപ്പോയി. കഞ്ഞിയാണല്ലേ? കഞ്ഞിനല്ലേ, കഞ്ഞിയല്ലേ ഇത്.
പായസം എനിക്ക് കുറച്ച് മതി, അത്രയും എനിക്ക് വേണ്ട കേട്ടോ. ഇതെനിക്ക് നിങ്ങൾക്ക് വേറെ പാത്രം എടുത്തിട്ട് വേണമെങ്കിൽ എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇതെനിക്കാണ്, നിങ്ങളുടെ പാത്രം എടുത്തിട്ടാ പോയിട്ട് ഒറ്റക്ക് മുണങ്ങിട്ടാ ശീലം. ഇതങ്ങനെ ഒരു സാധനം ഒരു മനുഷ്യർക്ക് മാറി വരുന്ന സമയം പോലും കാത്തു വെക്കാൻ അവന് സമയം കിട്ടിയില്ല. അപ്പോൾ നോക്ക്, ചോറ് വിളമ്പി കഞ്ഞിയും വിളമ്പി ഒറ്റക്ക് മുടങ്ങണം. അപ്പോൾ നമ്മളെ ഇക്കാനെ ഞാൻ കുറേ സമയം വിളിച്ച്, അയാൾ ഫോണിൽ അയാൾ ആരോടെന്ന് അറിയാം, ചിലപ്പോൾ ഓളോടായിട്ട് തൂങ്ങുന്നുണ്ട് എന്നെ അവിടെ പോയിട്ട് നിന്നിട്ട് തൂങ്ങ്. അപ്പോൾ ഞാനിതാ കുറേ ഞങ്ങൾക്ക് പയച്ചിരുന്നത് 3 മണിയായി സമയം. അപ്പോൾ അയാൾക്കെൻ്റെ ചോറും കാര്യമെല്ലാം ഇതാക്കി ഞാനൊരു ഓംപ്ലേറ്റിലുണ്ടാക്കി നിങ്ങൾ കൂടി കണ്ട കാര്യമല്ല, അയാളെ വാക്ക് വിശ്വസിക്കേണ്ട. എന്തായാലും ഞാനിപ്പോൾ കഞ്ഞി കുടിക്കുന്നുണ്ട്, ഇപ്പോൾ അയാൾ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ല ചട്ടി കുപ്പായാലും ഇട്ടിട്ടുണ്ട്, എന്തായാലും വരും. ഇതാ കഞ്ഞി റെഡി. ഏതായാലും ഞാൻ തുടങ്ങട്ടാ, നിങ്ങൾ ഇതിൽ വിളമ്പിക്ക് ഇട്ടിട്ട് പാത്രം കൊടുത്താ. വേറെ ഇരുന്നോ? പച്ചമുളകുണ്ടോ? ഏതായാലും ഇതിനും വേണം അതയില് ആ പാത്രത്തിന്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ആംപ്ലേറ്റ് തിന്ന് ബുർജി. അപ്പോൾ ചോറില്ലേ? ചോറ് ഇത് നിങ്ങൾക്ക് തന്നെയല്ലേ ഇത്? വാ ഞാൻ ഈ പാത്രത്തിൽ കൊടുക്കാം. ഫ്രഷ് തേങ്ങ എണ്ണയിൽ ഉണ്ടാക്കിയ സാധനമാണ്, വെളിച്ചെണ്ണയിൽ ബുർജി. ബുർജിയോ? എന്താ ബുർജി എന്ന് പറയണേ? അത് ആംപ്ലേറ്റ് പൊടിയായിട്ട് നമ്മൾ ബുർജാവും. ആംപ്ലേറ്റ് പൊടിയായി കഴിഞ്ഞാൽ ബുർജാവും. ഇന്നലെ ഉണ്ടാക്കിയല്ലേ? ആ ബുർജിയല്ലേ? ആ അതിനപ്പം നീ ഒന്നും പറഞ്ഞില്ലല്ലോ ബുർജി. അപ്പോൾ ഗെയ്സ് ഇപ്പോൾ ഇതാ നല്ല തണുപ്പ് വന്നിട്ട് ഭയങ്കരമായിട്ട് തണുക്കുന്നവ. ആ സ്കൈയെല്ലാം നോക്കിയാൽ കണ്ട എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. രാത്രിയായി എക്കാ സമയത്തായി 7:15 കണ്ട. ആ ഞാൻ കുറച്ച് അത് ആ ഭാഗത്ത് നോക്ക്, ആ സ്കൈൻ്റെ ആ ഒരു ബ്യൂട്ടി. ഇനിയാണ് ഗെയ്സ് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ട്വിസ്റ്റ്. അപ്പോൾ ഇതാ രാത്രി ആയിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, രാത്രിയത്തെ നമ്മുടെ ടെൻ്റ് അടിച്ച ആ ഒരു സ്പോട്ടിൻ്റെ ഒരു വിഷ്വൽ കണ്ടില്ലേ, നല്ല ഒരു വിഷ്വലല്ലേ. ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാനുണ്ടെന്നില്ലെങ്കിൽ ഒരു ഫയർ ക്യാമ്പിങ് ചെയ്യണം, പിന്നെ ചെറുതായിട്ടുള്ളൊരു ഭക്ഷണം എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു ചിക്കനും ബ്രെഡുമാണ് ഇന്നത്തെ നമ്മൾ രാത്രിത്തെ ഭക്ഷണം, ഒരു ലഘു ഭക്ഷണം എന്ന് തന്നെ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇക്ക അവിടെ ലൈറ്റിലെല്ലാം കുത്തി കളിക്കുന്നുണ്ട്. അവിടെ ഇക്കൊക്കെ ഞാനുണ്ടത് കാരണം ഭയങ്കര ധൈര്യമാണ്. ഇക്ക പുറത്തിറങ്ങാത്ത വ്യക്തിയാണ്. 5 മണിക്ക് ശേഷം ആ ഒരു വ്യക്തി പുറത്തിറങ്ങാനില്ല എന്ന് ഈ നാട്ടുകാർ പറഞ്ഞിട്ടില്ല. എന്നെ കിട്ടിയതോട് കൂടിയിട്ട് രാത്രി പകലാക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ രാത്രി അതോട് കൂടിയിട്ട് മനസ്സിന് വല്ലാത്തൊരു ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഫീലിംഗാണ് നമുക്കുള്ളത്. കാരണം ഈ ഒരു കാടിൻ്റെ അകത്താണല്ലോ നമ്മളുള്ളത്. വയനാട് എന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഭീതിയുള്ളൊരു സ്ഥലമാണ്, പുലിയും കടുവകളും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നമ്മൾ കണ്ടതാണ്, വയനാട് ജില്ലയിൽ ഒരുപാട് പേരെ പുലി പിടിച്ചെന്നും തിന്നുന്നൊക്കെ. ഏതായാലും നമ്മളെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ പ്രാർത്ഥിക്കണം, ഇക്കാനും എന്നും പുലിയെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ ഫയർ ക്യാമ്പിങ്ങിൻ്റെ പരിപാടി തുടങ്ങാമല്ലേ. അപ്പോൾ ഇക്കാനോട് ഞാൻ വിറക് കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇക്ക ഇറങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരുപാട് ദൂരം പോയിട്ട് മല കയറിയിട്ട് ഒറ്റയ്ക്ക് പോയിട്ടാണ് ഞാൻ വിറകും കാര്യങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചിട്ട് വന്നിട്ടുള്ളത്. ഇക്ക എന്താണ് അവിടെ ചെയ്യുന്നത്, എൻ്റെ സോളാർ ലൈറ്റിനെ കുത്തി പൊളിക്കുന്നത് എന്തെന്നുള്ള കാര്യം തന്നെ മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തുകൊണ്ടാണ് ഇപ്പോൾ വിറകും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫയർ ക്യാമ്പിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു ഫയർ ക്യാമ്പിങ്, അതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഒരു ഉദ്ദേശം. ഇക്കാക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ദുരുദ്ദേശമാണ്, ചെറിയ ഉദ്ദേശം. അതെയോ, ഞാൻ ദുരുദ്ദേശം പലതും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓക്കെ, അപ്പോൾ ഞാൻ കത്തിക്കാം. ഇതാ നമ്മൾ വയനാട് ജില്ലയിൽ വന്നിട്ട് ഇതാ ഫയർ ക്യാമ്പിങ് നടത്തിയിട്ടുണ്ട്, കാസർഗോഡ് ജില്ലയിൽ നിന്ന്. കണ്ട ഈ ഒരു ഫയർ ക്യാമ്പിങ് നടത്താൻ വേണ്ടിയിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ട് ഇത്രത്തോളം വന്നിട്ടില്ല. നല്ലൊരു തണുപ്പും നിങ്ങൾക്ക് തണുക്കുന്നുണ്ടാ? ഇല്ലേ, നിങ്ങൾക്ക് തണുക്കുന്നതില്ലേ? ഉണ്ടാ? ഞങ്ങൾക്ക് ഭയങ്കര തണുത്ത് വിറക്കുന്നുണ്ട്. എന്തൊരു രസം ജീവിതത്തിൽ. ഇങ്ങനെ നിങ്ങൾക്കും ആഗ്രഹമില്ല ഇങ്ങനെയല്ല ചെയ്യാൻ വേണ്ടിയിട്ട്? ആഗ്രഹമല്ല, ഇവിടെ താജ്മഹൽ. ഞാൻ ഓരോട് പറയുന്നതിന്
നിങ്ങൾക്കില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ക്യാമ്പിങ്ങും ഫയർ ക്യാമ്പിങ്ങും എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള ആഗ്രഹങ്ങൾ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എത്ര കഷ്ടപ്പെട്ട് എനിക്ക് നല്ലൊരു വൈബാണ് ഈ ഒരു ഭാഗത്തോട്ടൊന്നും. ഞാൻ ചിലപ്പോൾ ഒരു 1-2 മാസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. വേറെ ഏതെങ്കിലും വെള്ളം ഞാൻ പോകും. വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റും അഭിപ്രായം എന്തായാലും മറക്കാണ്ട് ഇടണോ, എങ്കിലേ തന്നെ മുമ്പോട്ട് നല്ല നല്ല വീഡിയോ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുള്ളൂ. അപ്പോൾ നോക്കി കേസ്, ഇതാ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് താഴെ ഇറക്കിയിട്ട് ബ്രെഡിൻ്റെ ഒക്കെ കൂട്ടിയിട്ട് അടിച്ച് കഴിഞ്ഞെങ്കിൽ സംഭവം സൂപ്പർ. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഭക്ഷണമാണ് ഇത്, രാത്രിയത്തെ ഭക്ഷണം. കേസ് ഇപ്പോൾ എൻ്റെ മനോഹരമായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ചായ കുറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഏതായാലും ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതാണ് സംഭവം, നമ്മളെ ചിക്കൻ 64. കാലെല്ലാം നോക്കി അത്രക്കുണ്ട്. ഇടി ഒരു പീസാണ് ഇത്. ഒരു പീസ് തീർക്കേണ്ടി വരും എന്തായാലും. വാ, എന്താ ഇത്, 2 ആൾ ആണ് അതിനെ വലിക്കാൻ വേണ്ടിയിട്ട്. തണുപ്പിന് അതിനോണ്ട് ഭയങ്കര എന്തായാലും ഇങ്ങനെ പിടിച്ചിട്ട് പിടിക്കുക. ഇതാ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ കൊതിയാണ് കാണുമ്പോൾ. ഇതാ നാന്ന് വെള്ളം വരും, കണ്ടില്ലേ? അങ്ങനത്തെ കറിയാണ് നമ്മളത്. ഏതായാലും കൂട്ടി നടിക്കുക. ആയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല അടിപൊളിയായി. ഇതെല്ലാം ശബ്ദം കേൾക്കുന്നില്ല. എന്ത് ശബ്ദമൊന്നും ആയിരിക്കട്ടെ. ആ സൈഡിൽ നിന്ന് കേൾക്കുന്നത് അങ്ങനെ. നല്ല പോലെ എനിക്ക് ഉറക്കം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളെല്ലാം നാളെ രാവിലെ കാണിക്കാം. ഗുഡ് നൈറ്റ്.